മിശിഹായിൽ ഏറെ സ്നേഹമുള്ള കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു അനുഭവം എങ്ങനെയാണ്? ഒരു പയ്യൻ, അവൻ +1 +2 പഠിക്കുന്നത്. അവൻ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചയും കൊച്ചച്ഛൻ്റെ പ്രസംഗം കേട്ട് അവൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഉള്ളിൽ കയറി. അതിങ്ങനെയാണ്: വചനം പ്രഘോഷിക്കണം, ക്രിസ്തുവിനെ കുറിച്ച് ആരോടെങ്കിലും പറയണം. കാരണം കൊച്ചച്ഛൻ്റെ പ്രസംഗത്തിൽ കാതലായിട്ടുള്ള സംഭവം എങ്ങനെയാണ്? നിങ്ങൾ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഇവൻ തീരുമാനിച്ചു ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം. എങ്ങനെ പറയും? അവൻ കണ്ടുപിടിച്ചു, ബൈബിളിലൊക്കെ അറിയാം, ഈശോ ചെല്ലുന്നുണ്ട്, രോഗികളായിരിക്കുന്ന അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഈശോ അവരെ സുഖപ്പെടുത്തുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് അപ്പം മറിച്ച് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ആവശ്യങ്ങളിലാണ് ഈശോ ഇടപെട്ട് അവരുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അവൻ തീരുമാനിച്ചു, ഓക്കെ, എൻ്റെ ക്ലാസ്സിലെ രോഗികളായ കുറച്ച് പയ്യന്മാരുണ്ട്, അവരോട് ഈശോയെക്കുറിച്ച് പറയാം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈശോയെക്കുറിച്ച് മനസ്സിലാവും. കുറച്ച് ദാരിദ്ര്യത്തിൽ വസിക്കുന്ന കുട്ടികളുണ്ട്, അവരോട് ഈശോയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. അങ്ങനെ ഈശോയെക്കുറിച്ച് പറയാം. അങ്ങനെ അവൻ ഈശോയെക്കുറിച്ച് പറയാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അത് ഒത്തില്ല. കാരണം പിറ്റേ ദിവസം അവൻ കൊച്ചച്ഛൻ്റെ അടുത്ത് വന്നൊരു ഡൗട്ട് ചോദിച്ചു. അച്ഛാ, ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് തീരുമാനിച്ചു, ഈശോയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഓക്കെ, എനിക്ക് രോഗമുണ്ടായിരുന്നു, അത് ഈശോ മാറ്റി തന്നു, പിന്നെ എനിക്കപ്പോൾ ഈശോന് ആവശ്യമില്ലേ, കാരണം എൻ്റെ രോഗം മാറിയല്ലോ. അല്ലെങ്കിൽ എനിക്ക് സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തില്ലായിരുന്നു, ഞാൻ ദാരിദ്ര്യത്തിലായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റി ഇപ്പം എനിക്ക് സമ്പത്തുണ്ടായി, അപ്പം എനിക്ക് ഈശോയെ വേണ്ടേ? അത് ശരിയാണല്ലോ. ആവശ്യങ്ങളിൽ ഈശോ ഉണ്ട്, അപ്പം ആവശ്യം കഴിഞ്ഞ് നമുക്ക് ഈശോ വേണ്ടേ? അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവൻ്റെ മനസ്സിൽ കിടന്നു. ആ ചോദ്യമാണ് അവൻ കൊച്ചച്ഛനോട് ചോദിച്ചത്. അതിൻ്റെ ഉത്തരവാണ് കൊച്ചച്ഛൻ പറഞ്ഞത്. അത് ഇന്നത്തെ സുവിശേഷ ഭാഗമാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. സ്നാപ യോഹന്നാൻ ഈശോ വരുന്നത് കണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഉത്തരത്തിലെല്ലാം ഉണ്ടായിരുന്നു, ഈ വചനത്തിലെല്ലാം ഉണ്ട്. പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. യോഹന്നാൻ ഈശോ നോക്കിയിട്ട് പറയുവാണ്, ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതായത് ഇവനാണ് യേശു ക്രിസ്തു, ഇവനാണ് ദൈവപുത്രൻ എന്ന് അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണെന്ന് ചെയ്തത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം ആ പുത്രനെ ആ കുരിശില് നമുക്ക് വേണ്ടി ബലിയായിട്ട് തന്നപ്പോൾ ഈശോ നമുക്ക് ബലിയായിട്ട് മാറുകയായിരുന്നു, ഒരു കുഞ്ഞാടായിട്ട് മാറുകയായിരുന്നു. അപ്പം നമ്മളും ഈശോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ: ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെക്കുറിച്ച് പൂർണ്ണമായിട്ടും ദൈവമാണെന്ന് അസന്ധിഗ്ധമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കുന്ന ഒരു വചനമാണത്. നമുക്ക് ആരോടെങ്കിലും ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വചനം പറഞ്ഞാൽ, ആരാണ് ഈശോ? ഈശോ ആണ് ലോകത്തിൻ്റെ പാപങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം എങ്ങനെയാണ്? സ്നാപ യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു വലിയ അന്തരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യേശുവും ശിഷ്യന്മാരും കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നായിരുന്നു തർക്കം. പക്ഷേ ഇതിന് വിപരീതമായിട്ട് സ്നാപ യോഹന്നാൻ്റെ ജീവിതം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. താനാണ് ഏറ്റവും ചെറിയവനെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അവൻ പ്രഘോഷിക്കുകയാണ്. നമ്മളോടും സ്നാപ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്: തന്നെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ വലിയവരാണ്, നമ്മളെ മറ്റുള്ളവർ മാനിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ഈഗോയെ തന്നെ നമ്മൾ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ എന്ന് അവരോട് ആജ്ഞാപിച്ചത്. അപ്പോൾ നമ്മളോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ദാസന്മാരായിട്ട് നിങ്ങളെ കാണും.
ലോകം നിങ്ങളോട് പറയും, നിങ്ങൾ വലിയ ആൾക്കാരാവണം, നിങ്ങൾ വലിയ മനുഷ്യരാവണം, ലോകം കീഴടക്കണമെന്നൊക്കെ. പക്ഷേ ചരിത്രത്തിൽ ഈശോ മാത്രമാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ: നിങ്ങൾ എന്താവണം? നിങ്ങൾ ദാസന്മാരെ പോലെ ആവണം, നിങ്ങൾ എളിമയുള്ള മനുഷ്യരാവണം. അത് തന്നെയാണ് ജീവിതം കൊണ്ട് സ്നാപക യോഹന്നാൻ നമ്മളോട് കാണിച്ചു തരുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഇനി വരാൻ പോകുന്ന കാലഘട്ടം ശുഭപ്രതീക്ഷയുള്ളതാണ്, പ്രത്യാശയുള്ളതാണ്. നാം തന്നെ നമ്മളോട് പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ആ പ്രത്യാശയുടെ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ. അത് കാലങ്ങളായിരിക്കാം, മനുഷ്യരായിരിക്കാം, അത് നമ്മളെക്കാളും വിലയുള്ളതാണ്, വലിയവയാണ്. ഈ രണ്ട് ചെറിയ ചിന്തകളാണ് ഇന്ന് പങ്കുവച്ചത്. ഒന്നാമത്, നമ്മൾ ഈശോയെ പങ്കുവെക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്: ഈശോ ആണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ കഴിവുള്ള ഏക വ്യക്തി. അത് മനുഷ്യരോട് നമ്മൾ പറയണം. രണ്ടാമതായിട്ട്, നമ്മെ തന്നെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മളാണ് ചെറിയ മനുഷ്യർ. അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നാലെ വരുന്ന മനുഷ്യരെല്ലാം വളരെ വലിയവരാണെന്ന് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് തുല്യരാവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.